വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഓഫീസ് ബാഗാണ്. അതായത് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ നമുക്കിത് ഓഫീസിൽ മാത്രമല്ല, നമുക്ക് കോളേജസിൽ വേണേലും നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ബാഗല്ല, കാരണം അത്യാവശ്യം കുറച്ചൊരു സൈസുള്ളൊരു ബാഗാണ്. എന്നാൽ അതത്ര ഓവർ സൈസുള്ള ബാഗും അല്ല. അപ്പം അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓവറോൾ എനിക്ക് ഈ ഒരു പ്രൈസിന് ഇത് വർത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ 1 ഇയർ വേൾഡ് വൈഡ് വാറണ്ടി ആണ് ഇതിനുള്ളത്. അതേപോലെ കുറേ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ്. അതായത് ബേസ്റ്റ് ടെസ്റ്റ്, ഹ്യൂമിഡിറ്റി ടെസ്റ്റ്, അങ്ങനെയുള്ള സിബ് ആണെങ്കിലും നല്ല രീതിയിലുള്ള സിബ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 2500 ആണ്. പക്ഷേ എനിക്കിത് ഓഫറിന് റേറ്റ് കുറവിനാണ് കിട്ടിയത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്റർ ആണ്. അതേപോലെ മഴയൊന്നും കൊള്ളുമ്പോൾ അങ്ങനെ അധികം നനയാൻ ചാൻസ് ഇല്ല. പിന്നെ അത്യാവശ്യം നല്ലപോലെ പോക്കറ്റ്സ് ഉണ്ട്. അതായത് ഫ്രണ്ടിൽ തന്നെ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്, ഒരു ചെറിയ പോക്കറ്റും അതേപോലെ അത്യാവശ്യം നമുക്ക് പെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്പേസ് ഉള്ളൊരു പോക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെയിൻലി ആദ്യത്തെ പോർഷൻ തന്നെ 2 പോക്കറ്റ്സ് ആണ് വരുന്നത്. ഈ ഒരു ചെറിയ പോക്കറ്റ്സിൽ നമുക്ക് അത്യാവശ്യം ചില്ലറ പൈസയോ അല്ലെങ്കിൽ പെന്നോ ഒക്കെ നമുക്ക് ഇടാം. ID കാർഡ്സ്, അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ചെറിയ പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനുള്ള അത്യാവശ്യം നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോക്കറ്റ് തന്നെയാണത്. അത് നമുക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള പോക്കറ്റാണ്. നെക്സ്റ്റ് വണ്ണ് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ നമുക്കറിയാം മൊബൈല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പോക്കറ്റാണ് നെക്സ്റ്റ് വണ്ണ് വരുന്നത്. അപ്പോൾ ഓവറോൾ എനിക്കിതിൻ്റെ കളറും ഇഷ്ടമായി, കാരണം ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത്. ആൻഡ് മെറ്റീരിയൽ തൊടാനാണെങ്കിലും അത്യാവശ്യം അങ്ങനെ തീരെ ലൈറ്റായിട്ടുള്ളൊരു മെറ്റീരിയലൊന്നുമല്ല. പിന്നെ എൻ്റെ സിബും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിബ് തന്നെയാണ്. പിന്നെ ഇങ്ങനെയാണ് ഈ ഒരു സിബിൻ്റെ ഇത് വരുന്നത്. അപ്പം കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ വല്ല കീ ചെയിനോ ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. മേലെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് ഉണ്ട്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. തീരെ ലൈറ്റ് അല്ല, പക്ഷെ എന്നാലും സോഫ്റ്റ് ആണ്. അങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള, നമുക്ക് പിടിക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇങ്ങനെയും നമുക്ക് തൂക്കിയിടാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഷോൾഡർ സ്ട്രാപ്പ് ആണെങ്കിലും ഭയങ്കര കട്ടിയൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഷോൾഡറിന് അങ്ങനെ ഡിഫിക്കൽട്ടിയോ ഇറിറ്റേഷനോ ഒന്നും തോന്നില്ല. പിന്നെ വേറൊരു വെറൈറ്റി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റിൽ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സ്ട്രിപ്പാണ്. അതെനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, കാരണം ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏതൊരു ബാഗിലും, ഞാൻ വാങ്ങിയിട്ടുള്ള ബാഗിലൊന്നും അങ്ങനെ ഒരു ഇരുട്ടത്ത് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സ്ട്രിപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഷോൾഡർ സ്ട്രാപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. വളരെ ലൈറ്റാണ്, അങ്ങനെ കട്ടിയൊന്നുമില്ല. പക്ഷെ അന്നങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, നൈറ്റിൽ ബ്ലിങ്ക് ആവുന്ന ഈ സ്ട്രിപ്പ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഷൈനിങ് പോലെ തോന്നുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. നമ്മുടെ ബാക്കിലെ നമ്മുടെ ഈ ഒരു പുറത്ത് വരുന്ന സൈഡൊക്കെ നോക്കുവാണെങ്കിലും സ്പോഞ്ചാണ് കംപ്ലീറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ മെഷ് പൗച്ച് നോക്കുവാണെങ്കിലും 2 സൈഡിലും സെയിം മെഷ് ടൈപ്പാണ് വരുന്നത്. പിന്നെ സാധാരണ ചില ബാഗ്സിനൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര വീതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ ഒരു വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ അംബ്രലോ ഒക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പം വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ചൊരു ടൈറ്റായിട്ട് നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ വെക്കുന്ന സാധനങ്ങൾ വീണ് പോവോ അങ്ങനെ ഒരു ഡൗട്ടൊന്നും വേണ്ട. നല്ല ടൈറ്റായിട്ട് ഉറപ്പായിട്ട് തന്നെ നിന്നോളൂ. ഇതാണ് ഫസ്റ്റത്തെ ആ 2 എണ്ണം ഉണ്ടല്ലോ, അതിനകത്തെ ആ വലിയ പോർഷനാണിത്, വലിയ പോക്കറ്റാണിത്. അപ്പം ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ പെന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ID കാർഡ്സ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിൽ അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു അംബ്രല്ലയോ നോട്ട്ബുക്സ് ഒക്കെ കൊള്ളും. അത്യാവശ്യം കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പോക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പോക്കറ്റാണ്. അപ്പം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായി നിൽക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു കുറേ ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ക്ലോത്ത് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാലും പോളിസ്റ്റർ ആണ് വരുന്നത്. ഒരു വാട്ടർ പ്രൂഫ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. ഈ ഒരു പോക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നമുക്ക് ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ എന്താ പറയുക വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്ക് നോട്ട്ബുക്സ് വേണേലും വെക്കാം. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഈ ബാഗിന് വരുന്നത്. ഓവറോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ലാപ്ടോപ്പ് മാത്രമല്ല, വേറെ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണേലും നമുക്ക് വെക്കാൻ സ്പേസ് വേണമെങ്കിൽ ഈ ഒരു ബാഗ് നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സൈഡിലെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത്.
ഭയങ്കര വാട്ടർ പ്രൂഫ് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പ് ഒരു ബാഗൊന്നുമല്ല. എനിക്ക് ഈ ഒരു റേറ്റിന് വർത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഇനിയാണ് തേർഡ് കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം ഇതിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്പേസ് ഉണ്ട്. പിന്നെ മറ്റ് 2 കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ സെപ്പറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര കട്ടിയൊന്നുമില്ല, കുഴപ്പമില്ലാതെ ജസ്റ്റ് ഒരു ലെയർ മാത്രമേ വരുന്നുള്ളൂ. അപ്പം കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ കീറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഓവറോൾ അല്ലാതെ ഇപ്പോൾ ഒരു 1 ഇയർ യൂസിനൊക്കെ ആണെങ്കിൽ പറ്റിയിട്ടുള്ളൊരു ബാഗായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാം, അതേപോലെ ചാർജേഴ്സ്, പിന്നെ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട് വേറൊരു കമ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളൊരു ഭാഗമായിട്ടാണ് വരുന്നത്. ലാപ്ടോപ്പ് വെക്കുന്ന ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന രീതിയിൽ നോക്കുമ്പം മുന്നത്തെ എൻ്റെ ബാഗ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായി. കാരണം ലാപ്ടോപ്പ് വെക്കുന്ന ഭാഗം കുറച്ച് നല്ല പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, സ്പോഞ്ചൊക്കെ ആയിട്ട്. പിന്നെ സിലിക്ക ജെല്ലും അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിലിക്ക ജെല്ല് തന്നെയാണ് ഇവർ ഇട്ടിട്ടുള്ളത്. സാധാരണ ചെറിയൊരു പാക്കാണ് കാണാറുള്ളത്, പക്ഷേ ഇത് കുറച്ച് വലുതായിട്ട് ഒരുമിച്ച് ഇട്ടേക്കുവാണ്. എക്സ്റ്റീരിയറും അതുപോലെ ഇൻറ്റീരിയറും 100% പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അപ്പം ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി നമുക്ക് കാണാനുണ്ടായിരുന്നു. ഫസ്റ്റ് കാണുന്ന ചെറിയ കമ്പാർട്ട്മെൻറ്റ്, ഇത് അത്യാവശ്യം ചെറിയതൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ വാലറ്റ്സ് വെക്കാം, ചെറിയ നോട്ട്ബുക്സ് വെക്കാം, വേണമെങ്കിൽ ഒരു അംബ്രല വരെ കൊള്ളുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഓവറോൾ എനിക്ക് ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ജസ്റ്റ് ലാപ്ടോപ്പ് മാത്രമല്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ബാഗായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ സ്ക്രീനിലും ഐ ബട്ടണിലും കുറേ വീഡിയോസും പ്ലേലിസ്റ്റുകളൊക്കെ ഇടുന്നതായിരിക്കും, അതൊക്കെ വാച്ച് ചെയ്യുക. താങ്ക്